ഹായ്, എൻ്റെ ഒരു അഷ്റഫ്. എൻ്റെ മൊബൈൽ നമ്പർ 9474140166. ആർക്കെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാനാണെങ്കിലും ലൈസൻസ് ഉള്ളവർക്ക് കൈതെളിയാനൊക്കെ ആണെങ്കിലും എന്നെ സമീപിക്കാം. എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പുതുതായിട്ട് ലേണേഴ്സ് അപ്ലൈ ചെയ്ത് ലേണേഴ്സ് ടെസ്റ്റിന് പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡ്രൈവിംഗ് സ്കൂളുകാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ലേണേഴ്സ് അപ്ലൈ ചെയ്തു, നമുക്ക് ഡേറ്റ് കിട്ടി. ആ ഡേറ്റിന് നമ്മൾ RTO ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ കരുതേണ്ടത് ഒറിജിനൽ പ്രൂഫ് നമ്മൾ കരുതണം. ആധാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്താണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് ഒറിജിനൽ കരുതിയിരിക്കണം. രാവിലെ നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ടൈം നമുക്ക് തന്നിരിക്കുന്നത് വെറും 20 മിനിറ്റാണ്. 20 മിനിറ്റിൽ 20 ചോദ്യമായിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട് ചോദ്യം. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ച് 20 ചോദ്യമാണ് വരുന്നത്. 20 ചോദ്യത്തിൽ നമുക്ക് 12 ശരിയുത്തരം കിട്ടിയാൽ മാത്രമേ ലേണേഴ്സ് പാസ്സാകത്തുള്ളൂ. അപ്പോൾ പലർക്കും അബദ്ധം വരുന്നത്, ഇപ്പോൾ 11 ക്വസ്റ്റ്യൻ കിട്ടി, ഇപ്പോൾ 12ാമത്തത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റിന് ചോദ്യം നമ്മൾ തെളിയുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് എൻട്രി ചെയ്യുക. അപ്പോൾ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ടൈം ഔട്ടായി പോകുന്നതും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ട് കഴിവതും ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നോക്കിയിട്ട് എൻട്രി ചെയ്യുക, എന്നാലേ അടുത്ത ചോദ്യം വരികയുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.